ഡേ 60 മേക്കിംഗ് 1 crore വിത്ത് 1 lakh. ഇന്ന് നമ്മളുടെ ചലഞ്ചിൻ്റെ 60ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ടോട്ടൽ 2 ട്രേഡ്സ് ആണ് എടുത്തത്. ആ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് ഈ വീഡിയോയിൽ നോക്കാം. മൈ നെയിം ഈസ് മുബഷീർ. വെൽക്കം ടു മുബു മെട്രിക്സ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ട്രേഡ് വന്നിങ്ങനെ ബാങ്ക് നിഫ്റ്റിയിലാണ്. ഏകദേശം 10:45 ആയിരിക്കണം. മാർക്കറ്റിലൊരു 5 മിനിറ്റിലൊരു ബിസി ഫോമായിരുന്നു. അപ്പോൾ ആ ബിസിയിൽ വന്ന് ടാപ്പ് ആയപ്പോൾ നമ്മൾ എൻട്രി എടുത്തിക്കണം. സോ നമുക്ക് ഈ ട്രേഡ് എങ്ങനെ പോകുമെന്ന് നോക്കാം. ഇന്ന് ഒന്നാമത് മന്ത്ലി എക്സ്പയറി ആണ് ഈ വീക്ക് ഫുള്ള്. അപ്പോൾ മന്ത്ലി എക്സ്പയറിൻ്റെ ആയിട്ടുള്ള വളറ്റൈൽനെസ് മാർക്കറ്റിലുണ്ട്. സോ ട്രേഡ്സ് ഇന്ന് അതിനനുസരിച്ച് വളരെ കുറച്ച് ട്രേഡ്സേ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അതാണ് 1 lot യൂസ് ചെയ്തിട്ട് ട്രേഡ് എടുത്തത്. പിന്നെ മാർക്കറ്റ് ഈ മന്ത്ലി എക്സ്പയറിൻ്റെ ആ ടൈം ആകുമ്പോൾ നമുക്ക് നമ്മുടെ എൻട്രീസ് പ്രോപ്പറായിട്ട് വർക്ക് ആവൽ വളരെ കുറവാണ്. കാരണം നമ്മൾ SL വളരെ ചെറുതാണ് നമ്മൾ വെക്കുക. അപ്പോൾ പെട്ടെന്ന് SL അടിക്കാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം പ്രീമിയത്തിൻ്റെ വോളറ്റൈൽ ഭയങ്കര രീതിയിൽ കൂടുതലുള്ള ടൈമാണ് ഈ മന്ത്ലി എക്സ്പയറിൽ. സോ നമുക്ക് ഏതായാലും നോക്കാം. നമ്മൾ ഏതായാലും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. ഈ ട്രേഡ് എങ്ങനെ പോകും നോക്കാം. സോ ഫസ്റ്റ് ട്രേഡ് നമ്മൾക്ക് SL അടിച്ചിരിക്കണം. ഏകദേശം നമുക്ക് നോക്കിയാൽ കാണാം ഏകദേശം 627 രൂപയാണ് നമ്മൾ SL അടിച്ചത്. ഏതായാലും നെക്സ്റ്റ് ട്രേഡ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം ഒരു 11:15 നമുക്ക് നെക്സ്റ്റ് ട്രേഡ് വരുന്നത് നിഫ്റ്റിയിലാണ്. ഏകദേശം മാർക്കറ്റിലൊരു CB ഫോമായിരുന്നു. അപ്പോൾ അതിൽ വന്ന് ടാപ്പ് ആയപ്പോൾ നമ്മൾ എൻട്രി എടുത്തിക്കണം. ഏകദേശം നമ്മൾ SL ടാർഗറ്റൊക്കെ പ്ലേസ് ചെയ്യിക്കണം. നമ്മൾ ബ്രാക്കറ്റ് ഓർഡറിലാണ് എൻട്രി എടുക്കുന്നത് ഇപ്പോൾ. കാരണം ഈ 1 lot യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ ആകുമ്പോൾ SL ടാർഗറ്റ് ഒരേ ടൈമിൽ പ്ലേസ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഓർഡറിലാണ് എൻട്രി എടുത്തത്. സോ നമുക്ക് നോക്കാം ഏതായാലും ഈ ട്രേഡ് എങ്ങനെ പോകാമെന്ന്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ട്രേഡും നമ്മൾ SL ആണ് അടിച്ചത്. കാരണം ഒന്നാമത് അറിയാം മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് നമ്മൾ ഈ സിസ്റ്റത്തിന് നമുക്ക് അധികം SL ആണ് അധികം വരാറ്. പ്രോപ്പറായിട്ട് വർക്കിംഗ് കുറവാണ്. കാരണം പ്രീമിയത്തിൻ്റെ ഒന്നും പ്രീമിയത്തിലാണെങ്കിലും ഫീച്ചേഴ്സിലാണെങ്കിലും നല്ല രീതിയിൽ മാനിപ്പുലേഷനും നല്ലൊരു അൾട്രീം ലെവലിൽ മൂവ്മെൻറ്റൊക്കെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ നടക്കുക. സോ നോ പ്രോബ്ലം. നമുക്ക് നാളെയുടെ ദിവസങ്ങൾ നോക്കാം നമുക്ക് ഏതായാലും. സോ ഇന്നത്തെ PL നിങ്ങൾക്ക് കൂടെ കാണാൻ കഴിയും. ടോട്ടലി 2 ട്രേഡാണ് നമ്മൾ എടുത്തത്. ടോട്ടലി 1227 നമ്മളിന്ന് നെറ്റ് ലോസാണ് ബുക്ക് ചെയ്തത്. സോ നമ്മൾ എക്സൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നോക്കി കാണാൻ പറ്റും. ഡേ 16 26 മാർച്ച് 1227. ഇന്നലത്തെ ചാർജ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തതാണ്. സോ ഇന്ന് ഡേ 60ാമത്തെ ദിവസം നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റ് 86.80 രൂപ നെറ്റ് ലോസിലാണ് നിൽക്കുന്നത്. ഓ നമുക്ക് ബാലൻസ് അച്ചീവ് ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഗ്രോസ് PL ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഗ്രോസ് PL ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ 17,450 രൂപ പ്രോഫിറ്റിലാണ്. പക്ഷേ നമ്മളെ ചാർജസൊക്കെ കൂടി 17,500 വന്ന്. അതുകൊണ്ടാണ് നമ്മൾ നെറ്റ് ലോസിൽ നിൽക്കുന്നത്. വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മന്ത് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഈ മന്ത്. ഫെബ്രുവരി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ചെറിയ അപ്ഡേഷൻ കാരണമാണ് ഫെബ്രുവരിയിൽ നമുക്ക് കുറച്ച് ഡ്രോ ഡൗൺ ഫേസ് ചെയ്യേണ്ടി വന്നത്. പക്ഷേ സ്റ്റിൽ ഈ മന്ത് ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ജനുവരി മന്ത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ഒരു 7 to 8% പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ് ജനുവരിയിൽ. ഫെബ്രുവരിയാണ് നമുക്ക് നമ്മൾ ഈ സിസ്റ്റം വെച്ചിട്ട് ഓക്കെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതെന്ന്. പക്ഷേ വേറെ ഒരു ചെറിയ സിസ്റ്റം അപ്ഡേഷൻ കാരണം നമുക്ക് അത് ചെറിയൊരു ഡ്രോ ഡൗൺ ഫെബ്രുവരിയിൽ വന്ന്. സോ അതാണ് നമുക്ക് കാരണം ഇപ്പോൾ ഈ നെറ്റ് ലോസിൽ നിൽക്കാൻ കാരണം. സോ നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ ഏതായാലും നമ്മൾ ഇതിൻ്റെ ടെന്യൂർ എല്ലാവർക്കും അറിയണമല്ലേ. നമ്മൾ ഏകദേശം ഒരു 5 വർഷം എന്നുള്ള ഒരു ലോങ്ങർ ടൈം പീരീഡാണ് കൺസിഡർ ചെയ്യണം. പിന്നെ എന്നും ഒരേ മാർക്കറ്റ് കണ്ടീഷൻ ആവില്ല. മാർക്കറ്റ് നമ്മൾക്ക് ഫേവറബിൾ ആയിട്ട് വരും. അന്ന് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് പിടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് കാര്യം. നമ്മൾക്ക് ഫേവറബിൾ ആയിട്ട് മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ മാക്സിമം പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാൻ നോക്കുക. നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ ലോസ് ലിമിറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം നമ്മൾ റിസ്ക് കുറച്ചിട്ട് നമ്മൾ മാക്സിമം പിടിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നോക്കുമ്പോൾ സ്റ്റിൽ നമ്മൾ 86 രൂപ ലോസിൽ മാത്രമാണ് നിൽക്കണുള്ളൂ. അതാണ് ഇനി ഏതായാലും നമുക്ക് പോസിബിളായിട്ട് നമുക്ക് ഫേവറബിൾ ആയിട്ട് വരുമ്പോൾ നമുക്ക് മാക്സിമം ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ട് ഈ അച്ചീവ്മെൻറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് സ്റ്റിൽ നമുക്കുള്ള കോൺഫിഡൻസ്. ഏതായാലും നോക്കാം. സോ ഈ ചലഞ്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.